ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 63 നീരവ് തിരിച്ചെത്തി. റഫീഖിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ എല്ലാം ചെയ്തതെന്ന് വിശാൽ സമ്മതിച്ചു. പക്ഷെ ലക്ഷ്മി അപ്പോൾ വിശാലിനോട് പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. ലക്ഷ്മി എന്തും സഹിക്കുമെങ്കിലും വഞ്ചന മാത്രം അവൾക്ക് സഹിക്കാനാവില്ല. ആരെങ്കിലും സ്വന്തം ആളുകളെ ഒറ്റിക്കൊടുത്താൽ അവൾക്ക് അവരോട് ഒട്ടും ക്ഷമിക്കാനാവില്ല. കാരണം സ്വന്തം ടീമിൽ നിന്നുള്ള ഒരാൾ തന്നെയായിരുന്നു അവളുടെ ജീവിതത്തെ ഇങ്ങനെയാക്കിയത്. ലക്ഷ്മിയുടെ അവസാന ദൗത്യത്തിൽ അവളുടെ ടീമിലെ എല്ലാവരും കൊല്ലപ്പെട്ടു. തന്റെ കമാൻഡറെ മാത്രം കഷ്ടിച്ച് രക്ഷിക്കാൻ അവൾക്ക് കഴിഞ്ഞു. ആ ദൗത്യത്തിന്റെ പരാജയവും അവരുടെ സഹപ്രവർത്തകരുടെ മരണവുമെല്ലാം അവളുടെ ഒരു ടീമംഗത്തിന്റെ വഞ്ചന കാരണമാണ് സംഭവിച്ചത്. അവളുടെ ഉള്ളിൽ ഇപ്പോഴും അതേ ദേഷ്യം ജ്വലിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തല കുനിച്ചിരിക്കുന്ന വിശാലിനെ കണ്ടപ്പോൾ ലക്ഷ്മിക്ക് ദേഷ്യം അടക്കാനായില്ല. അവൾ മുന്നോട്ട് നീങ്ങി. എന്നിട്ട് അവളുടെ വസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു കത്തി പുറത്തെടുത്തു. അവളത് വിശാലിന്റെ നെഞ്ചിലേക്ക് കയറ്റാൻ ഒരുങ്ങിയപ്പോൾ ആര്യൻ വേഗം മുന്നോട്ട് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ തടഞ്ഞു. ആര്യന് വിശാലിനോട് സഹതാപം തോന്നിയിട്ടൊന്നും ആയിരുന്നില്ല അത്. അവനോട് ദേഷ്യമുണ്ടെങ്കിൽ പോലും അവനെ കൊല്ലാനുള്ള മനസ്സൊന്നും ആര്യനില്ലായിരുന്നു. ആളുകൾക്ക് ചില നേരങ്ങളിൽ തെറ്റുകൾ സംഭവിക്കുന്നത് സാധാരണമാണെന്ന് അവൻ ചിന്തിച്ചു. വിശാൽ നല്ല ടെൻഷനിലായിരുന്നു. അതുകൊണ്ടാണ് പറ്റുന്ന പോലെയൊക്കെ ആര്യന് മുൻപിൽ അവൻ കരഞ്ഞു മാപ്പ് ചോദിച്ചത്. എന്നിരുന്നാലും ഇതൊരു തെറ്റ് മാത്രമായിരുന്നില്ല. അവൻ ചെയ്തത് വലിയ കുറ്റകൃത്യം തന്നെയായിരുന്നു. കാമുകിയെ രക്ഷിക്കാൻ വേണ്ടി വിശാൽ എണ്ണമറ്റ ജീവനാണ് അപകടത്തിലാക്കിയത്. തീ പടർന്നപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് റിസോർട്ട് ജീവനക്കാരെ തക്ക സമയത്ത് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അവരകത്ത് കുടുങ്ങിയിരുന്നെങ്കിൽ നിരവധി മരണങ്ങൾ ഉണ്ടാകുമായിരുന്നു. വിഷ്ണുവിനെ രക്ഷിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആര്യന്റെ കൂടെ ലക്ഷ്മിയെയും ആന്റണിയെയും പോലുള്ള അസാമാന്യ ധീരരായ ആളുകളില്ലായിരുന്നെങ്കിൽ വിഷ്ണുവിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയുടെ ദേഷ്യം തികച്ചും ന്യായമായിരുന്നു. വിഷ്ണുവിന്റെയോ ആന്റണിയുടെയോ ജീവൻ നഷ്ടപ്പെടുകയോ അതുപോലെ ഏതെങ്കിലും സ്റ്റാഫ് അംഗങ്ങൾക്ക് പരിക്കേൽക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ആര്യനും വിശാലിനോട് ക്ഷമിക്കാൻ കഴിയുമായിരുന്നില്ല. വിശാലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ റഫീഖ് ശ്രമിച്ചപ്പോൾ തന്നെ അവൻ ആര്യന്റെ അടുത്തേക്ക് വരേണ്ടതായിരുന്നു. എല്ലാറ്റിനുമുപരി അവർ ഇത്രയും കാലം ഒരുമിച്ചായിരുന്നു ഹോസ്റ്റലിൽ താമസിച്ചിരുന്നത്. വിശാൽ എല്ലായ്പ്പോഴും നീരവിന്റെ നല്ല സുഹൃത്തായിരുന്നു. എന്നിട്ടും തന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി വിശാൽ നിരവധി ജീവനുകളാണ് അപകടത്തിലാക്കിയത്. ആര്യൻ വിശാലിനോട് പറഞ്ഞു, നിനക്കൊരു കാര്യം അറിയൂ, നമ്മുടെ കോളേജ് മേറ്റ് വിഷ്ണു നീ കാരണം ആ സമയത്ത് റിസോർട്ടിൽ കുടുങ്ങി. അവന് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഞങ്ങൾക്ക് അവനെ സമയത്ത് രക്ഷിക്കാനായി. എങ്കിലും അവൻ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. വിശാൽ ഞെട്ടലോടെ ആര്യനെ നോക്കി. വിഷ്ണു റിസോർട്ടിൽ ഉണ്ടായിരുന്നതായി അവൻ അറിയില്ലായിരുന്നു. അപ്പോൾ ആര്യൻ അവനോട് ചോദിച്ചു, ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായപ്പോ നീ ആദ്യം എന്റെ അടുത്ത് വരേണ്ടതായിരുന്നില്ലേ? നിന്റെ കാമുകിക്ക് വേണ്ടി നീ നിരവധി ആളുകളുടെ ജീവൻ എടുക്കാൻ തയ്യാറായി. മനുഷ്യത്വമില്ലാത്ത കാര്യമാണ് നീ ചെയ്തത്. സത്യത്തിൽ നീ മാപ്പ് അർഹിക്കുന്നില്ല. പക്ഷേ ആര്യൻ തന്റെ വാചകം പൂർത്തിയാക്കുന്നതിന് മുൻപ് നീരവ് മുൻപോട്ട് വന്ന് വിശാലിനെ ചവിട്ടിക്കൊണ്ട് പറഞ്ഞു, ഇവനെ വെറുതെ വിടുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കുക പോലും ചെയ്യരുത് ആര്യൻ. സ്വന്തം സുഹൃത്തുക്കളെ ഒറ്റിക്കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവൻ പഠിക്കണം. നീരവ് അത് പറഞ്ഞ ഉടൻ ലക്ഷ്മി ഒരിക്കൽ കൂടി വിശാലിന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഇവനെ അങ്ങ് തീർക്കട്ടെ. ഇവന്റെ തല ചതച്ചാൽ മാത്രമേ എന്റെ മനസ്സിന് സമാധാനം ലഭിക്കൂ. വിശാൽ ഭയന്ന് വരച്ച് കരയാൻ തുടങ്ങി. അവൻ ആര്യനോട് അപേക്ഷിച്ചു, ആര്യൻ എന്നോട് ക്ഷമിക്കൂ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. അതുകൊണ്ടാ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തത്. ഇത്രയും പറഞ്ഞ് വിശാൽ വീണ്ടും കരയാൻ തുടങ്ങി. ഇത് കണ്ട ആര്യനും സത്യത്തിൽ വെറും പുച്ഛമാണ് അവനോട് തോന്നിയത്. വിശാൽ ഇതെല്ലാം ചെയ്തത് റഫീഖിന്റെ സമ്മർദ്ദം കാരണമാണെന്ന് ആര്യൻ അറിയാമായിരുന്നു. പക്ഷെ അത് വിശാലിന്റെ യഥാർത്ഥ നിറം വെളിപ്പെടുത്താൻ സഹായിച്ചു. അവൻ ഇത്രത്തോളം സ്വാർത്ഥനാകാൻ കഴിയുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. വിശാലിനെ ഇനി ഒരിക്കലും വിശ്വസിക്കാൻ ആര്യന് കഴിയുമായിരുന്നില്ല. എന്നിട്ടും ആര്യൻ നീരവനോട് പറഞ്ഞു, അത് പോട്ടെ, ഇനി അവന്റെ ജീവൻ എടുക്കുന്നതിലൂടെ നമുക്കെന്ത് കാര്യം? അത് കഴിഞ്ഞു. പിന്നീട് ആര്യൻ വിശാലിനെ നോക്കി പറഞ്ഞു, വിശാലേ, വേഗം എവിടുന്ന് വിട്ടേക്ക്. അത് കേട്ട വിശാൽ വിശ്വാസം വരാതെ ആര്യനെ നോക്കി. അവൻ നിലത്ത് മുട്ടുകുത്തി നിന്ന് കൈകൾ കൂപ്പി ചോദിച്ചു, നീ എന്നോട് ക്ഷമിച്ചോ? ശബ്ദത്തിലെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ആര്യൻ പറഞ്ഞു, ഇല്ല, എനിക്ക് നിന്നോട് ഒരിക്കലും പൊറുക്കാനാവില്ല. പക്ഷെ ജീവൻ എടുക്കാൻ ഞാൻ ആളല്ല. തൽക്കാലം ഇവിടുന്ന് എഴുന്നേറ്റ് പൊയ്ക്കോ. എന്റെ ആളുകൾക്ക് ദേഷ്യം വന്നാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും വേഗം നീ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ എനിക്ക് പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഒടുവിൽ ആര്യൻ തന്നെ വെറുതെ വിട്ടെന്നറിഞ്ഞപ്പോൾ വിശാൽ ആശ്വാസത്തോടെ നെടുവേർപ്പെട്ടു. ഒരു നിമിഷം ആര്യന്റെ ആളുകൾ തന്നെ കൊല്ലാൻ പോവുകയാണെന്ന് അവന് തോന്നിയിരുന്നു. എന്നാൽ ആര്യൻ തന്നെ അവരിൽ നിന്നും രക്ഷിച്ച് വിട്ടയക്കാൻ പോകുന്നു എന്നത് അവന് ഭയങ്കര ആശ്വാസം നൽകി. അതേസമയം ആര്യന്റെ പണവും അധികാരവും നോക്കുമ്പോൾ അവനുമായുള്ള സൗഹൃദം അതേപടി നിലനിന്നിരുന്നെങ്കിൽ തനിക്ക് ഭാവിയിൽ അത് വലിയ നേട്ടമുണ്ടാക്കാമായിരുന്നുവെന്ന് വിശാൽ ആലോചിച്ചു.
അപ്പോൾ തന്റെ ഒരു തെറ്റ് കാരണം തനിക്ക് എത്രമാത്രം നഷ്ടമാണ് ഉണ്ടായതെന്ന് വിശാൽ തിരിച്ചറിഞ്ഞു. അവൻ വീണ്ടും ചിന്തിച്ചു നിൽക്കുന്നത് കണ്ട് നീരവ് അവനോട് ചോദിച്ചു, നീ എന്താ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നത്? ഇനി എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? വേഗം ഓടുന്നു പൊയ്ക്കോ. ഞങ്ങൾക്കിനി ഒന്നും കേൾക്കണ്ട. നിന്നെ രക്ഷിക്കാൻ കൂടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. എന്നിട്ടും നീ എന്നെ കുറ്റപ്പെടുത്തുകയാണ്, വിശാൽ നീരവിനോട് പറഞ്ഞു. എന്നാൽ നീരവ് അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിന്നെ ജീവനോടെ പുറത്തേക്ക് പോകാൻ അനുവദിച്ചതിന് തന്നെ നീ ആരിനോട് നന്ദി പറയണം. എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് നന്നായി അറിയാം. നീ പോക്കറ്റിലാക്കിയ 10 കോടി ഇപ്പൊ തന്നെ തിരിച്ചു തരുന്നതാണ് നിനക്ക് നല്ലത്. അപ്പോൾ വിശാൽ ആര്യനെ നോക്കി പറഞ്ഞു, ഞാൻ പണത്തിനു വേണ്ടിയല്ല ഇതെല്ലാം ചെയ്തത്. ആ പണം ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് തിരികെ തരാം. പക്ഷേ റഫീഖിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാണെന്ന് പറയാൻ റഫീഖ് ഭായ് പറഞ്ഞു. രാഹുലാണ് ഇതിനെല്ലാം കാരണമെന്നും എന്നാൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വഴക്ക് അവസാനിപ്പിക്കാൻ റഫീഖ് ആഗ്രഹിക്കുന്നുണ്ടെന്നും നീ അനുവദിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് മാപ്പ് പറയാൻ അയാൾ തയ്യാറാണെന്നും നിന്നെ അറിയിക്കാൻ റഫീഖ് ഭായ് എന്നോട് ആവശ്യപ്പെട്ടു. ഇത്രയും കേട്ടിട്ടും ആര്യന്റെ മുഖത്തൊരു ഭാവമാറ്റവും സംഭവിച്ചില്ല. തണുത്ത സ്വരത്തിൽ അവൻ വിശാലിനോട് പറഞ്ഞു, അതെനിക്ക് നേരത്തെ അറിയാം. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വിശാൽ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അപ്പോൾ ആര്യൻ അവനോട് പറഞ്ഞു, ശരി, നീ ഇപ്പൊ പോയിക്കോ. ഇനി ഒരിക്കലും നിന്റെ മുഖം എന്റെ മുമ്പിൽ കാണരുത്. വിശാൽ പോയതിനു ശേഷം വൈകി ആര്യന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ആര്യൻ, നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ നിന്നോടൊരു ഉപകാരം ചോദിച്ചിരുന്നു. ആര്യൻ മറുപടി പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ വൈക, നിനക്ക് എന്തിനാണ് എന്റെ സഹായം? അത്രയും വലിയൊരു സ്പൈ ഏജൻസിയാണ് നീ നടത്തുന്നത്. നിങ്ങളുടെ സംരക്ഷണത്തിനുള്ളതൊക്കെ നിങ്ങൾ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഒരുപാട് കാലമായില്ലേ നീ ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നു. അത് കേട്ടതും വൈക പറഞ്ഞു, ആര്യൻ, ഞാൻ ഈ ബിസിനസ് വർഷങ്ങളായി നടത്തുന്നുണ്ട് എന്നത് സത്യമാണ്. ഐ ഓഫ് ഡാർക്ക് നൈറ്റിന് പിന്നിലെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആളുകളുടെയും അവരുടെ കമ്പനികളുടെയും എല്ലാ വിവരങ്ങളും വിൽക്കുകയാണ് ഞങ്ങളുടെ ജോലി. എല്ലാ മാഫിയ ഗ്രൂപ്പുകളോടും രാഷ്ട്രീയ ബിസിനസ് എതിരാളികളോടും ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഞാൻ ഒരാളുടെ വിവരങ്ങൾ മറ്റൊരാൾക്ക് നൽകുമ്പോൾ ആദ്യത്തെ ആളിന്റെ ശത്രുവാകുന്നു. പിന്നെ ഞാൻ രണ്ടാമന്റെ വിവരങ്ങൾ മൂന്നാമതൊരാൾക്ക് കൈമാറുമ്പോൾ അവരും എനിക്കെതിരെ തിരിയുന്നു. ഇപ്പോൾ ഈ നഗരത്തിലെ എന്റെ ശത്രുക്കളുടെ എണ്ണം വളരെയധികം വളർന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഹെഡായി പ്രവർത്തിക്കുക എന്നത് എനിക്കിപ്പോ വളരെ റിസ്ക് ആണ്. ഇതിനിയും തുടരാൻ എനിക്ക് കഴിയില്ല. ഒന്നുകിൽ എനിക്ക് മണ്ണിനടിയിൽ പോവേണ്ടി വരും, അല്ലെങ്കിൽ എന്റെ ഈ സ്ഥാപനത്തെ മുഴുവനായി നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കുക എന്നതാണ് മറ്റൊരു ഓപ്ഷൻ. ഞാനിപ്പോ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. ആര്യൻ വൈകിയോട് ചോദിച്ചു, നിനക്ക് ബോസാവുന്ന നിർത്തി എന്റെ കീഴിൽ ഒരു സ്റ്റാഫായി പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം, വൈക പറഞ്ഞു. ആര്യൻ, എന്റെ ജീവിതത്തിന്റെ പകുതിയിലധികം ഞാൻ ഈ ജോലിയിലാണ് ചെലവഴിച്ചത്. ഒന്നും മിണ്ടാതെ ഒളിച്ചോടുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തന്നെയാണ്. ഇതെല്ലാം നിർത്തി സമാധാനപരവും ഒളിച്ചിരിക്കുന്നതുമായ ഒരു ജീവിതം നയിക്കാൻ എനിക്ക് പറ്റില്ല. അപകടവുമായി കളിക്കാൻ ഞാൻ ശീലിച്ചു. ഞാൻ ഏതറ്റം വരെ കളിച്ചാലും ആരും എന്നെ കണ്ടുപിടിക്കില്ലെന്ന് ഉറപ്പാക്കാൻ എനിക്ക് പറ്റും. പക്ഷെ ഇപ്പൊ എന്റെ കഴിവ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നതിൽ മികച്ച അവസരം എനിക്കിനി കിട്ടാനില്ല. അവരുടെ സംസാരം കേട്ട് അടുത്തു നിന്നിരുന്ന മാഗി ആര്യൻ നോക്കി. മാഗി ആര്യനോട് സമ്മതിക്കാമെന്ന് ആംഗ്യം കാണിച്ചു. വൈകിയുടെ നെറ്റ്വർക്കിനെ സ്വന്തം സ്പൈ സിസ്റ്റവുമായി സഹകരിപ്പിക്കുന്നതിന്റെ നെഗറ്റീവും പോസിറ്റീവും വിലയിരുത്താൻ ആര്യൻ ഒരു നിമിഷം ആലോചിച്ചു തന്നു. വൈകിയുടെ സ്പൈ സിസ്റ്റം ആര്യന് വേണ്ടി മാത്രമായി പ്രവർത്തിച്ചാൽ അത് അവനെ കൂടുതൽ ശക്തനാക്കുമെന്നതിൽ സംശയമില്ല. ആര്യന്റെ യഥാർത്ഥ ശക്തി അറിയാമായിരുന്നതിനാൽ വൈകി അവനെ ഡബിൾ ക്രോസ് ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. ആര്യനെ സംബന്ധിച്ചിടത്തോളം ഈ കരാറിൽ ഒരു നഷ്ടവുമില്ല. അവൻ വൈകിയോട് പറഞ്ഞു, ശരി വൈക, ഞാൻ സമ്മതിക്കുന്നു. മാഗി നേതൃത്വം നൽകുന്ന എന്റേതായ സ്പൈ നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഇതിനകം എനിക്കുണ്ട്. അവളുമായി ഒരു ഒഫീഷ്യൽ കൂടിക്കാഴ്ച നടത്തുകയും ഞങ്ങളുടെ സംവിധാനവുമായി സഹകരിക്കുകയും ചെയ്യുക. വൈകി തിരിച്ചുകൊണ്ട് ആര്യനോട് പറഞ്ഞു, വളരെ നന്ദി ആര്യൻ. അല്ല സാർ. വൈകി അവനെ സാറെന്ന് അഭിസംബോധന ചെയ്തപ്പോൾ ആര്യൻ പുഞ്ചിരിച്ചു. അപ്പോഴാണ് വൈകിയുടെ ഫോൺ റിംഗ് ചെയ്തത്. അവൾ സ്ക്രീനിലേക്ക് നോക്കി. റഫീഖ് ആയിരുന്നു വിളിക്കുന്നത്. അവൾ ആകെ ടെൻഷനിലായി. എങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്ത് റഫീഖിനോട് സംസാരിച്ചു. ആര്യൻ എപ്പോഴും അവളുടെ മുന്നിൽ തന്നെ നിൽക്കുകയായിരുന്നു. റഫീഖിന്റെ വാക്കുകൾ കേട്ട് വൈകി മടിച്ച് ആര്യനോട് പറഞ്ഞു, ആര്യൻ സാർ, റഫീഖ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് ആര്യൻ ഞെട്ടി. തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി കണ്ടെത്തിയതിനു ശേഷം റഫീഖ് ആകെ തളർന്നിട്ടുണ്ടെന്ന് ആര്യന് മനസ്സിലായി. പക്ഷെ റഫീഖ് അവനെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലായില്ല. റഫീഖിന്റെ മനസ്സിൽ എന്തോ പുതിയ പ്ലാൻ ഉണ്ടായെന്ന് ആര്യൻ ചിന്തിച്ചു. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ മാഗി പറഞ്ഞു, എന്തിനാണ് അയാൾ പെട്ടെന്നിങ്ങനെ കാണണമെന്ന് പറയുന്നത്? ഇതെനിക്കെന്തോ ഒരു കെണി പോലെ തോന്നുന്നു. വൈകി അപ്പോഴേക്കും കോൾ കട്ട് ചെയ്തിരുന്നു.
മാഗിയുടെ ആശങ്ക കേട്ട് വൈഗ പറഞ്ഞു, എനിക്കും ഇത് കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു. റഫീഖിന്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നിടത്തോളം അയാൾ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവനാണ്. വളരെ ചെറിയ കാര്യത്തിന് വരെ പ്രതികാരം ചെയ്യുകയോ കൊലപാതകം ചെയ്യുകയോ ചെയ്യും. അങ്ങനെ ഒരാൾ ഇത്ര പെട്ടെന്ന് കീഴടങ്ങി ഇങ്ങോട്ട് വന്ന് ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? എനിക്ക് ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. പക്ഷേ അയാൾ സമാധാനം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. വൈഗ പറയുന്നത് കേട്ട് ലക്ഷ്മി പറഞ്ഞു, റഫീഖ് അത്ര വലിയ സംഭവമൊന്നുമല്ലല്ലോ. എനിക്കവനെ പേടിയില്ല. ഞാൻ പോയി അവനെ കാണാം. എന്നിട്ട് അവൻ എന്താണ് വേണ്ടതെന്ന് നേരിട്ട് തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് അവനെ തട്ടിക്കൊണ്ട് പോന്നാലോ? ഈ റഫീഖ് നമുക്ക് ഇത്രയും നാശമുണ്ടാക്കിയതല്ലേ. നമുക്ക് അവനെ കഴുത്തിന് പിടിച്ച് ഓരോ പൈസയും അവന്റെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടെടുക്കാം. അത് കേട്ട് ആര്യം ചിരിച്ചു. ലക്ഷ്മിയുടെ ദേഷ്യം കണ്ട് മാഗിയും ചിരിച്ചു. ലക്ഷ്മി തന്റെ ബുക്ക് ഷോപ്പ് നടത്തുന്ന സമയത്ത് വളരെ ശാന്തയായിരുന്നു. എന്നാൽ അവൾ അവളുടെ പഴയ തൊഴിലിലേക്ക് മടങ്ങി എത്തിയപ്പോൾ മുതൽ അവളുടെ ചൂടൻ പെരുമാറ്റം വീണ്ടും വന്നിട്ടുണ്ട്. ലക്ഷ്മിയുടെ വാക്കുകൾ അവഗണിച്ച് ആര്യൻ വൈകിയോട് പറഞ്ഞു, റഫീഖ് മുൻകൈ എടുത്താണ് ഈ മീറ്റിംഗ് ആവശ്യപ്പെടുന്നത്. ഞാനിത് നിരസിച്ച അത് പേടിച്ചിട്ടാണെന്ന് അവന് ചിലപ്പോൾ തോന്നിയേക്കാം. എനിക്കവനെ പേടിയില്ല. അതിനാൽ അവനെ കാണുന്നതിലും വിരോധമില്ല. നിങ്ങളുടെ സമയവും സ്ഥലവും റഫീഖിനോട് തന്നെ ചോദിക്കുക. ഞാൻ റെഡി. അപ്പോൾ വൈഗ വേഗം തന്നെ റഫീഖിന് മെസ്സേജ് അയച്ചു. ആര്യന്റെ സമ്മതത്തിനായി റഫീഖ് കാത്തിരിക്കുന്നത് പോലെ അപ്പോൾ തന്നെ മറുപടിയും വന്നു. വൈഗ ആര്യനോട് പറഞ്ഞു, ആര്യൻ സാർ, റഫീഖ് നിങ്ങളെ ഇന്ന് രാത്രി 9 മണിക്ക് കാക്കനാട് ബേണിംഗ് ഷാഡോ ക്ലബിൽ വെച്ച് കാണാമെന്ന് പറയുന്നു. ഞാൻ അവനോട് എന്താണ് പറയേണ്ടത്? അവനോട് ഞാൻ വരാമെന്ന് പറയൂ എന്ന് ആര്യൻ മറുപടി നൽകി. ആര്യൻ അത് പറഞ്ഞ ഉടൻ മാഗി പറഞ്ഞു, അത്ര വേഗമൊന്നും വേണ്ട സാർ. ഞാൻ ആദ്യം പോയി ആ സ്ഥലം ഒന്ന് പരിശോധിക്കട്ടെ. ആരാണ് നടത്തുന്നതെന്നും ആ പ്രദേശം നിയന്ത്രിക്കുന്നത് ആരാണെന്നുമുള്ള എല്ലാ വിവരങ്ങളും ഞാൻ ശേഖരിക്കട്ടെ. എങ്കിലേ നിങ്ങൾക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഒരുക്കാൻ ഞങ്ങൾക്ക് കഴിയൂ. അത് ശരിയാണ്. വെറുതെ തിരക്ക് കൂട്ടേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പോകുന്നതിന് മുൻപ് സ്ഥലത്തെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ശേഖരിക്കണം എന്ന് പറഞ്ഞ് ലക്ഷ്മി മാഗിയോട് ചോദിച്ചു. ആര്യൻ ഒരു നിസ്സംഗ മനോഭാവത്തോടെ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതെങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്തോളൂ. സുരക്ഷ എന്റെ വിഷയമല്ല. നിങ്ങൾ ആദ്യം സ്കൗട്ടുകളെ അയക്കുകയോ അതോ നമ്മുടെ ആളുകളെ ഇവിടെ നിർത്തുകയോ, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും ചെയ്തോളൂ. പക്ഷെ വൈഗ, റഫീഖിനോട് പറയൂ 9 മണിക്ക് ഞാനിവിടെ ഉണ്ടാവും. ഇതും പറഞ്ഞ് ആര്യൻ നടന്നകന്നു. ആര്യന്റെ നിശ്ചയദാർഢ്യം കണ്ട എല്ലാവരും രാത്രി തന്നെ മീറ്റിംഗ് നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി പോയി. കൃത്യം 9 മണിക്ക് ആര്യൻ മാഗി, ലക്ഷ്മി, ആന്റണി, പീറ്റർ എന്നിവരോടൊപ്പം ക്ലബിലെത്തി. മുൻ ബോക്സറായ പീറ്റർ ഒരുപാട് കാലത്തിന് ശേഷമാണ് വീണ്ടും ഇങ്ങനെ ഇറങ്ങുന്നത്. ആര്യൻ എത്തുന്നതിന് മുൻപ് വൈഗ ബേണിംഗ് ഷാഡോ ക്ലബിനുള്ളിലും പരിസരത്തും ഐ ഓഫ് ഡാർക്ക് നൈറ്റ് അംഗങ്ങളെ നിർത്തിയിരുന്നു. മാഗി സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് എല്ലാം ഒന്നുകൂടെ പരിശോധിച്ചു. അതേസമയം ലക്ഷ്മിയും തന്റെ ആളുകളെ അവിടെയെല്ലാം നിർത്തിയിരുന്നു. അതേസമയം ബേണിംഗ് ഷാഡോ ക്ലബിനുള്ളിലെ ഒരു പ്രൈവറ്റ് റൂമിൽ റഫീഖ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അയാളുടെ ബോഡി ഗാർഡ്സിൽ ഒരാൾ വന്ന് അയാളോട് പറഞ്ഞു, റഫീഖ് ഭായ്, ഐ ഓഫ് ഡാർക്ക് നൈറ്റ് അംഗങ്ങൾ ക്ലബിനകത്തും പുറത്തുമുണ്ട്. ഞങ്ങൾ ഇതുവരെ അവരോടൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ അവർ ക്ലബിനുള്ളിലും പരിസരത്തും ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത് വെറുതെ ആവാൻ വഴിയില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ചാലോ? അപ്പോൾ റഫീഖ് തന്റെ ആളുകളോട് പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല. വൈകിയുടെ നിർദ്ദേശപ്രകാരമാണ് അവരോട് നിൽക്കുന്നതെന്ന് എനിക്ക് ഉറപ്പാ. എന്നെ അന്ന് എതിർത്തപ്പോ തന്നെ വൈകി ആരിനൊപ്പം ചേർന്നിട്ടുണ്ടെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ അവൾ അവന് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത്. ആര്യൻ കാണുന്നതിനേക്കാൾ ശക്തനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ മീറ്റിംഗിൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വൈകിയുടെ ആളുകളോട് ഇപ്പോഴൊന്നും പറയേണ്ടതില്ല. ബോഡി ഗാർഡ് തലയാട്ടി അവിടെ നിന്നും പോയി. അല്പം കഴിഞ്ഞ് അയാൾ തിരിച്ചെത്തി റഫീഖിനോട് പറഞ്ഞു, റഫീഖ് ഭായ്, ആര്യൻ തനിച്ചല്ല വന്നത്. അവൻ തന്റെ ബോഡി ഗാർഡ്സിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേട്ടതും റഫീഖ് ഒന്ന് പേടിച്ചു. ഒറ്റയ്ക്ക് വരാനാണ് അയാൾ ആര്യനോട് പറഞ്ഞത്. എന്നാൽ അവന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. എന്തായിരിക്കും മീറ്റിംഗിൽ സംഭവിക്കാൻ പോകുന്നത്? എന്താണ് റഫീഖിന്റെയും ആര്യന്റെയും പ്ലാൻ? 64. റഫീഖിന്റെ ആളുകൾ വന്ന് ആര്യൻ തനിച്ചല്ലെന്നും തന്റെ ബോഡി ഗാർഡ്സിനെയും കൂട്ടിക്കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ റഫീഖിന്റെ മനസ്സൊന്ന് പതറി. പക്ഷേ ആര്യനെ സ്വീകരിക്കുകയല്ലാതെ അയാൾക്ക് വേറെ വഴിയില്ലായിരുന്നു. റഫീഖ് എഴുന്നേറ്റ് കോട്ട് ശരിയാക്കി തന്റെ ആൾക്കാരോട് പറഞ്ഞു, വളരെ ബഹുമാനത്തോടെ സ്വീകരിച്ച് വേണം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. മിനിറ്റുകൾക്കുള്ളിൽ ആര്യനും സംഘവും റഫീഖിന്റെ പ്രൈവറ്റ് മുറിക്ക് പുറത്തെത്തി. അപ്പോൾ വാതിൽക്കൽ കാത്തുനിന്ന റഫീഖ് അവനെ അഭിവാദ്യം ചെയ്തു. വെൽക്കം വെൽക്കം. എന്റെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങോട്ടേക്ക് വന്നതിന് നന്ദിയുണ്ട്. നമ്മൾ ആദ്യമായല്ലേ കാണുന്നത്.
മാഷാ അല്ലാ, നീ വളരെ ചെറുപ്പാണല്ലോ. നിന്നെ സമ്മതിക്കണം. ഇത്രയും ചെറുപ്പത്തിൽ നിനക്ക് എങ്ങനെയാണ് ഇത്ര അപാരമായ ധൈര്യം ലഭിച്ചത്? ആര്യൻ പറഞ്ഞു. താങ്ക് യു. പക്ഷേ എന്നെ അഭിനന്ദിക്കാനല്ല നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതെന്ന് എനിക്കറിയാം. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത്? സത്യത്തിൽ റഫീഖുമായൊരു ബന്ധവും കെട്ടിപ്പടുക്കാൻ ആര്യൻ ഉദ്ദേശിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെറുതെ സംസാരിച്ചു നിന്ന് സമയം കളയാൻ മനസ്സിലാത്തതിനാൽ റഫീഖിന് എന്താണ് തന്നിൽ നിന്ന് വേണ്ടതെന്ന് അവൻ നേരിട്ട് ചോദിച്ചു. ആര്യന്റെ അഹങ്കാരത്തോടെയുള്ള സംസാരം റഫീഖിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അവഗണിച്ച് അയാൾ മധുരമായ ശബ്ദത്തിൽ പറഞ്ഞു. ഓ മിസ്റ്റർ ആര്യൻ, എന്താണ് ഇത്ര തിരക്ക്? ഇത് നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് ആണ്. വരൂ, നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. ഇവിടെ അങ്ങനെ നിന്നിട്ടെന്ത് കാര്യം? ആര്യൻ ഒന്ന് മൂളിക്കൊണ്ട് റഫീഖിന്റെ മുറിയിലേക്ക് നടന്നു. മാഗിയും ലക്ഷ്മിയും ആന്റണിയും പീറ്ററും അവന്റെ പിന്നാലെ നടന്നു. എന്നാൽ റഫീഖിന്റെ ബോഡിഗാർഡ് അവരെ വഴിയിൽ തടഞ്ഞു. ക്ഷുഭിതയായ ലക്ഷ്മി അയാളോട് പറഞ്ഞു. ഞങ്ങളുടെ വഴി തടയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ജീവൻ വേണമെങ്കിൽ മാറി നിൽക്ക്, അല്ലെങ്കിൽ അടുത്ത മിനിറ്റിൽ നിങ്ങളുടെ ശരീരം ജീവനില്ലാതെ ഇവിടെ നിലത്ത് കിടക്കും. ആ ബോഡിഗാർഡ് വളരെ ഹൈറ്റും വെയിറ്റുമുള്ള ഒരാളായിരുന്നു. പക്ഷെ എന്നിട്ടും ലക്ഷ്മിയുടെ സ്വരം അയാളെ ഭയപ്പെടുത്തി. ലക്ഷ്മി ഇന്റർനാഷണൽ പരിശീലനം ലഭിച്ച ഒരു കമാൻഡോ ആയിരുന്നു. അവളുടെ ആത്മവിശ്വാസവും തീക്ഷ്ണമായ കണ്ണുകളും ആരെയും നിലയ്ക്ക് നിർത്താൻ പോകുന്നതായിരുന്നു. ആ ബോഡിഗാർഡ് ഒരു നിമിഷം നിശബ്ദനായി നിന്നു. എന്നാ പിന്നെ അയാൾ എന്തോ പറയാൻ വന്നതും റഫീഖ് അയാളെ തടഞ്ഞുകൊണ്ട് ആര്യനോട് പറഞ്ഞു. മിസ്റ്റർ ആര്യൻ, എനിക്ക് നിങ്ങളോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. നിങ്ങളുടെ ആളുകൾ പുറത്തു നിന്നാ നന്നായിരുന്നു. ആര്യൻ പറഞ്ഞു. ഇവർ 4 പേരും എന്റെ സ്വന്തം ആൾക്കാരാണ്. ഒരാൾ അവരുടെ കുടുംബത്തെ വിശ്വസിക്കുന്നത് പോലെ ഞാൻ ഇവരെ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അത് ഇവരുടെ സാന്നിധ്യത്തിൽ പറയാം. ആര്യന്റെ മറുപടിയിൽ റഫീഖിന് ദേഷ്യം തോന്നിയെങ്കിലും അയാൾ അത് പ്രകടിപ്പിക്കാതെ വളരെ ശാന്തമായി പറഞ്ഞു. ശരി, നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. തുടർന്ന് അയാൾ തന്റെ ബോഡിഗാർഡിനോട് മാറി നിൽക്കാൻ ആംഗ്യം കാണിച്ചു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം റഫീഖിന്റെ ചേംബറിൽ റഫീഖും ആര്യനും മുഖാമുഖം ഇരുന്നു. ആര്യന്റെ വലതുവശത്ത് ലക്ഷ്മിയും ഇടതുവശത്ത് മാഗിയും ഇരുന്നു. ആന്റണി ആര്യന്റെ പുറകിൽ നിന്നു. പീറ്റർ വാതിലിനടുത്ത് തന്നെ നിന്നു. ആ നിമിഷം തന്റെ ടീമിന് ചുറ്റും ആര്യൻ ഒരു രാജാവിനെ പോലെ ഇരുന്നു. അത് കണ്ട് റഫീഖ് ഒരു നിമിഷം മടിച്ചു നിന്നു. ഇത്രയും ശക്തനായ ഒരാളോടാണല്ലോ താൻ കളിച്ചതെന്ന് റഫീഖ് ആലോചിച്ചു. അയാൾ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ അതിനു മുൻപേ വൈഗ ചേംബറിലേക്ക് കയറി വന്നു. അവളെ കണ്ടതും ആദ്യം ഒന്ന് അമ്പരന്ന റഫീഖ് പിന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വെൽക്കം വൈഗ. ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരുന്നു. നീ മിസ്റ്റർ ആര്യന്റെ കൂടെ ചേർന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. വൈഗ നിർവികാരതയോടെ പറഞ്ഞു. നീ കേട്ടത് ശരിയാണ് റഫീഖ്. ഞാനിപ്പോൾ മിസ്റ്റർ ആര്യന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ റഫീഖ് ഒരു കള്ളച്ചിരിയോടെ ആര്യനെ നോക്കി ചോദിച്ചു. മിസ്റ്റർ ആര്യൻ, എന്റെ ആളുകൾ നിങ്ങളെക്കുറിച്ച് ധാരാളം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങളെക്കുറിച്ച് നിങ്ങളിൽ നിന്ന് തന്നെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ ഏത് കുടുംബത്തിൽ നിന്നുള്ളതാണ്? ആര്യൻ ഒരു ചിരിയോടെ മറുപടി പറഞ്ഞു. നിങ്ങൾ എന്നാണ് കേട്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ പേര് ആര്യൻ രജപുത്ര എന്നാണ്. രജപുത്ര കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റഫീഖ് എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ സ്വയം അത്ഭുതം നടിച്ചുകൊണ്ട് പറഞ്ഞു. രജപുത്ര സാമ്രാജ്യത്തിന്റെ ഏക അവകാശി അത് നിങ്ങളാണോ? പെട്രോളിയം, സ്റ്റീൽ, ഇരുമ്പ്, വെടിമരുന്ന് നിർമ്മാണം, ലോജിസ്റ്റിക്സ്, എയർവേകൾ, പിന്നങ്ങനെ എന്തെല്ലാം. നിങ്ങൾ എല്ലാ മേഖലയിലുണ്ടല്ലോ. നിങ്ങളുടെ കുടുംബമല്ലേ ഇപ്പൊ രാജ്യത്തെ പലതിലും നമ്പർ 1. ആര്യൻ റഫീഖിന്റെ മുഖസ്തുതി അവഗണിച്ചുകൊണ്ട് ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. മിസ്റ്റർ റഫീഖ്, രജപുത്ര സാമ്രാജ്യത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞ വിവരങ്ങളെല്ലാം ശരിയാണ്. ഇനി എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങൾ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? നിങ്ങൾ ഇനിയും എന്നോട് യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നെങ്കിൽ എനിക്കതിലൊരു പ്രശ്നമില്ല. ഞാൻ എന്തിനു റെഡിയാണ്. പക്ഷെ പിന്നെ നിങ്ങളും നിങ്ങളുടെ ആൾക്കാരും ജീവനോട് ഉണ്ടാവില്ലെന്ന് മാത്രം. ആര്യന്റെ വാക്കുകൾ കേട്ട് റഫീഖ് ഭയന്നെങ്കിലും അത് മറച്ചുവെച്ച് അവൻ പറഞ്ഞു. അയ്യോ ഇല്ല ഇല്ല മിസ്റ്റർ രജപുത്ര, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങളെ വെല്ലുവിളിക്കാൻ മാത്രം ഞാൻ ആരുമല്ല. മാപ്പ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ആര്യൻ അല്പം നിരാശ തോന്നി. റഫീഖ് ഇത്ര പെട്ടെന്ന് കീഴടങ്ങുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. റഫീഖിനെ പരാജയപ്പെടുത്താൻ തന്റെ കുടുംബത്തിന്റെ പ്രശസ്തി ഉപയോഗിക്കാൻ ആര്യൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ രജപുത്ര എന്ന പേര് അത്രയും വലുതായതുകൊണ്ട് തന്നെ ആ പേരിന് മുന്നിൽ ശത്രുക്കൾ പെട്ടെന്ന് കീഴടങ്ങുകയാണ്. റഫീഖ് ആകട്ടെ തന്റെ ജീവനാണിപ്പോൾ പ്രധാനം നൽകിയത്. രാഹുലിനെ പോലെ ഒരാളുടെ പേരിൽ ആര്യനുമായി പിണങ്ങി വെറുതെ സ്വന്തം ജീവിതം കളയേണ്ടെന്ന് അയാൾ തീരുമാനിച്ചു.
ഈ ഒരു പോരിൽ അയാൾക്ക് ഇതിനകം തന്നെ കാര്യമായ നഷ്ടം സംഭവിച്ചിരുന്നു. എന്നാൽ ആര്യൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് റഫീഖിന് ടെൻഷനായി. മിസ്റ്റർ ആര്യൻ, എനിക്ക് നിങ്ങളോട് യാതൊരു ശത്രുതയില്ല. ആ നുണയൻ രാഹുൽ എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നീ ഇത്ര ശക്തനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൻ എന്നെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെ എല്ലാം ചെയ്തത്. ഒന്നും എന്റെ തെറ്റല്ല. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഞാൻ മുൻകൂട്ടി അന്വേഷിക്കണമായിരുന്നു. നിങ്ങൾ ആരാണെന്ന് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ വന്നിങ്ങനെ ക്ഷമ ചോദിക്കേണ്ട ആവശ്യം പോലും വരില്ലായിരുന്നു. നമ്മൾ തമ്മിലുള്ള എല്ലാ പിണക്കങ്ങളും മറന്ന് എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആര്യൻ ചോദിച്ചു. ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് മാത്രം ആരും ഒരാളെ ആക്രമിക്കാറില്ല. രാഹുലിനെ പോലെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടനെ വഴക്കുണ്ടാക്കൂ. എന്നോടുള്ള നിങ്ങളുടെ ശത്രുതയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. ഒരു നിമിഷം ആലോചിച്ച ശേഷം റഫീഖ് പറഞ്ഞു. ആര്യൻ, ഞാൻ നിങ്ങളോടൊന്നും മറച്ചു വെക്കുന്നില്ല. നിങ്ങൾ അന്ന് പൂർണ്ണമായും തകർത്ത അർജുന്റെ നിർമ്മാണ കമ്പനിയിലും മറ്റ് ബിസിനസ്സുകളിലും എനിക്ക് കാര്യമായ നിക്ഷേപം ഉണ്ടായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ അവനെ തകർത്തപ്പോ എനിക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. ആദ്യം സിറ്റി ബാങ്കിന്റെയും മോശം മാനേജ്മെന്റിന്റെയും പ്രശ്നമാണ് അർജുന്റെ ബിസിനസ് പരാജയപ്പെടാൻ കാരണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് രാഹുൽ എന്നെ പ്രകോപിപ്പിച്ചു. അതുപോലെ എനിക്ക് കോടികൾ നഷ്ടപ്പെടാൻ കാരണം നിങ്ങളാണെന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്കെതിരെ ഇറങ്ങി തിരിച്ചത്. ഇത് കേട്ട് ആര്യൻ ദേഷ്യപ്പെട്ടു. പരുഷമായ സ്വരത്തിൽ അവൻ റഫീഖിനോട് പറഞ്ഞു. രാഹുൽ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്ത് കൂട്ടിയെന്നറിയോ? ഞാൻ സഹോദരനെ പോലെ കാണുന്ന എന്റെ സുഹൃത്തിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു. അതും പോരാഞ്ഞിട്ട് നിങ്ങൾ എന്റെ റിസോർട്ട് കത്തിച്ചു. എത്ര നിരപരാധികളുടെ ജീവനായിരുന്നു അതിൽ പൊലിയാനിരുന്നത് എന്നറിയോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിനെല്ലാം നിങ്ങൾ സമാധാനം പറയോ? റഫീഖുമായ ഒരു അനുരഞ്ജനത്തിന് തനിക്ക് ഉദ്ദേശമില്ലെന്ന് ആര്യന്റെ സ്വരത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. ആര്യന്റെ പെരുമാറ്റം കണ്ട് റഫീഖ് വിയർത്തു തുടങ്ങി. പരിഭ്രമത്തോടെ കൈകൾ ഞെരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. മിസ്റ്റർ ആര്യൻ, നിങ്ങളുടെ സുഹൃത്ത് നീരവിനെ ഞാൻ തട്ടിക്കൊണ്ട് പോയി എന്നത് ശരിയാണ്. അങ്ങനെയെല്ലാം സംഭവിച്ചതിന് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു. നിങ്ങളുടെ റിസോർട്ടിന് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് പകരം എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. എനിക്കൊരു അവസരം കൂടി തരണം. ഇനി ഒരിക്കലും എന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഒരു പരിഹാസ ചിരിയോടെ ആര്യൻ ചോദിച്ചു. കൊള്ളാം, ഇപ്പൊ നിങ്ങൾ എനിക്ക് നഷ്ടപരിഹാരം തരാൻ പോവുകയാണോ? ശരി, പറ, നിങ്ങൾക്ക് എത്ര പണം വരെ നൽകാനാവും? ഒരു മടിയും കൂടാതെ റഫീഖ് പറഞ്ഞു. നിങ്ങളുടെ റിസോർട്ട് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി 50 കോടി നൽകാൻ ഞാൻ തയ്യാറാണ്. ആര്യൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ആ 50 കോടി നിങ്ങൾ പുറത്തുള്ള യാചകർക്ക് കൊടുത്താൽ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം 50 കോടി എന്നതൊന്നുമല്ല. എനിക്ക് 500 കോടിയെങ്കിലും വേണം. ആര്യന്റെ ആവശ്യം കേട്ട് റഫീഖിന്റെ മുഖം മാറി. അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. എന്ത്? 500 കോടിയോ? 500 കോടി എന്നത് കുറച്ച് കൂടുതലല്ലേ? അത് കേട്ട് ശക്തമായ സ്വരത്തിൽ ആര്യൻ പറഞ്ഞു. വെറുതെ 500 കോടിയല്ല, രാഹുലിനെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും വേണം. അപ്പൊ മാത്രമേ ഈ ശത്രുത അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കൂ. അത് കേട്ടതും ആര്യനോട് റഫീഖ് വീണ്ടും പറഞ്ഞു നോക്കി. മിസ്റ്റർ ആര്യൻ, 500 കോടി വളരെ കൂടുതലാണ്. കുറച്ചൊന്ന് കുറയ്ക്കാൻ കഴിയില്ലേ? ആര്യൻ പരുഷമായി മറുപടി പറഞ്ഞു. ഇല്ല, വേണമെങ്കിൽ ഞാനിത് കൂട്ടാം. വേണോ? ആര്യൻ തന്നെ അപമാനിക്കുകയാണെന്ന് റഫീഖിന് മനസ്സിലായി. വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് കണ്ട് അവസാനം അയാൾ പറഞ്ഞു. ശരി, ഞാൻ 500 കോടി തരാം. എന്നാൽ രാഹുലിന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ആ പയ്യൻ എന്റെ ആളുകളെ പറ്റിച്ച് ഇവിടുന്ന് ഓടിപ്പോയി. എന്റെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടതില്ല. ഞാൻ തന്നെ അവനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. 500 കോടി എന്നത് റഫീഖിന് അസാധ്യമായൊരു തുകയായിരുന്നില്ല. എന്നാൽ തന്റെ ആയുധ ഫാക്ടറിയിൽ അയാൾക്ക് ഇതിനകം തന്നെ 1000 കോടിയോളം നഷ്ടം സംഭവിച്ചിരുന്നു. ഇനി അയാൾക്ക് ആര്യന് 500 കോടി കൊടുക്കണമെങ്കിൽ കുറച്ച് വസ്തുവകകളും ഓഹരികളും വിൽക്കേണ്ടി വരും. റഫീഖ് മനസ്സിൽ ചെലവുകൾ കണക്കാക്കുമ്പോൾ ആര്യൻ ചിരിച്ചുകൊണ്ട് അവനെ നോക്കിയിരുന്നു. റഫീഖിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആര്യൻ നേരത്തെ തന്നെ പഠിച്ചു വെച്ചിരുന്നു. റഫീഖിന് 500 കോടി നൽകാൻ കഴിയുമെന്ന് അവൻ അറിയാമായിരുന്നു. റഫീഖ് എപ്പോഴും ഗാഢമായ ചിന്തയിലായിരുന്നു. ആര്യൻ ഇനി ഇതിലും കൂടുതൽ ആവശ്യപ്പെട്ടാൽ അത് അയാളെ പൂർണ്ണമായും പാപ്പരാക്കും. 500 കോടി ആര്യന് കൊടുത്തു കഴിഞ്ഞാൽ റഫീഖിന്റെ ബിസിനസ് പുനർനിർമ്മിക്കാൻ പിന്നെ വർഷങ്ങളെടുക്കും. പക്ഷെ അതേസമയം റഫീഖിന് വേറെ വഴിയില്ലായിരുന്നു. അയാൾ അത് വിസമ്മതിച്ചാൽ ആര്യൻ തന്റെ സ്വത്തുക്കളും ബിസിനസ്സുകളും എല്ലാം നശിപ്പിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ആര്യൻ 500 കോടി ആവശ്യപ്പെട്ടപ്പോൾ വൈകി ഞെട്ടി. റഫീഖിന്റെ വില എത്രയാണെന്ന് അവൾക്കും അറിയാമായിരുന്നു.
ആര്യന്റെ കഴിവുകൾ കണ്ട വൈകയ്ക്ക് മനസ്സിൽ അവനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മാഗിക്ക് ഇതിനകം തന്നെ ആര്യനെ പറ്റി നല്ല മതിപ്പുണ്ടായിരുന്നു. എന്നാൽ ലക്ഷ്മിയും ആര്യന്റെ ബുദ്ധി കണ്ട് അമ്പരന്നു. ആര്യൻ റഫീഖുമായി ഇടപാട് നടത്തിയ രീതി വളരെ പരിചയസമ്പന്നനും പക്വതയുമുള്ള ഒരാളുടെ ശൈലിയിലായിരുന്നു. ആർമിയിലുള്ള കാലത്ത് രാജ്യങ്ങൾ അവരുടെ രഹസ്യങ്ങൾക്കായി ഇത്തരത്തിൽ വില പേശുന്നത് അവൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ആര്യൻ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വലിയൊരു ഡീൽ നടത്തിയത് കണ്ട് ലക്ഷ്മി അത്ഭുതപ്പെട്ടു. 500 കോടി വലിയ തുകയാണ്. ഇനി ഒരിക്കലും അവനെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് ആര്യൻ റഫീഖിനെ ശരിക്കും മാറ്റി. സ്വന്തം ഗവൺമെന്റ് തന്നെയും തന്റെ കമാൻഡറെയും ഏതാനും മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ഉപേക്ഷിച്ച് തങ്ങളുടെ വിധിക്ക് വിട്ടതും അത് കാരണം തങ്ങൾക്കുണ്ടായ ആരും സഹായിക്കാനില്ലാത്ത ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചും ലക്ഷ്മി ചിന്തിച്ചു. എന്നാൽ ഇവിടെ ആര്യൻ നീരവിനെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോവാൻ തയ്യാറായി നിന്നിരുന്നു. തന്റെ ആളുകളുടെ ആരോഗ്യത്തിലും ക്ഷേമത്തിലുമുള്ള അവന്റെ ശ്രദ്ധ അവൻ എത്ര സെൻസിറ്റീവും ഉത്തരവാദിത്വവും ഉള്ളവനാണെന്ന് കാണിക്കുന്നു. ആര്യനെ പോലൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ പറ്റിയതിൽ ലക്ഷ്മിക്ക് അതിയായ സന്തോഷം തോന്നി. മാഗിയും അതുപോലുള്ള ചിന്തയിലായിരുന്നു. ആര്യന് വേണ്ടി ജീവൻ കളയേണ്ടി വന്നാൽ പോലും അതിൽ സങ്കടമില്ലെന്ന് അവൾക്ക് തോന്നി. അതിനിടയിൽ ആര്യൻ റഫീഖിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. താനുമായുള്ള ശത്രുത അവസാനിപ്പിക്കാൻ റഫീഖ് എന്തിനാണ് ഇത്ര തിടുക്കം കാട്ടുന്നത്? പറഞ്ഞ ഉടൻ തന്നെ 500 കോടി നൽകാമെന്ന് സമ്മതിച്ചു. 500 കോടി കൊടുത്താൽ പിന്നെ അയാളുടെ കയ്യിൽ അധികം ബാക്കി ഉണ്ടാവില്ലെന്ന് റഫീഖിന് നന്നായി അറിയാമായിരുന്നു. എന്നിട്ടും അയാൾ അതിന് സമ്മതിച്ചു. അപ്പോൾ ആര്യൻ റഫീഖിനോട് പറഞ്ഞു, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ കരാർ ഉറപ്പിച്ചു. നിങ്ങൾ എനിക്ക് 500 കോടി തരണം. കൂടാതെ രാഹുലിനെ തടയാൻ നിങ്ങളുടെ ആളുകളെ നിയോഗിക്കുകയും വേണം. തന്റെ കുടുംബത്തിന്റെയും ബിസിനസിന്റെയും ഭാവിക്ക് ആര്യനുമായുള്ള ശത്രുത അവസാനിപ്പിക്കേണ്ടത് നിർണായകമാണെന്ന് റഫീഖിന് അറിയാമായിരുന്നു. ആര്യൻ പുഞ്ചിരിക്കുന്നത് കണ്ട് ആശ്വാസത്തോടെ നെടുവേർപ്പിട്ട് റഫീഖ് പറഞ്ഞു, അതെ മിസ്റ്റർ ആര്യൻ, എല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഇന്നൊരു പുതിയ സൗഹൃദത്തിന്റെ തുടക്കമാണ്. നമുക്കത് ആഘോഷിക്കാം. ഞാൻ കുറച്ച് ഷാമ്പയിൻ ഓർഡർ ചെയ്യാം. താങ്ക് യു മിസ്റ്റർ റഫീഖ്. പക്ഷേ എന്താ ഇത്ര തിരക്ക്? ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ ചർച്ച ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ ആര്യൻ റഫീഖിനെ തടഞ്ഞു. ആര്യൻ തടസ്സം പറഞ്ഞപ്പോൾ തന്നെ റഫീഖിന്റെ മുഖത്ത് വീണ്ടും ടെൻഷൻ വന്നു. അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു, ഇനി എന്താണ് ബാക്കി? ഒരു പുഞ്ചിരിയോടെ ആര്യൻ റഫീഖിനോട് ചോദിച്ചു, മിസ്റ്റർ റഫീഖ്, ഞാൻ ആരാണെന്നും ഏത് കുടുംബത്തിൽ നിന്നാണ് എന്നുമൊക്കെ അറിഞ്ഞെങ്കിലും ഇപ്പോഴും എന്നോട് പൊരുതി നിൽക്കാനുള്ള പട നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. അപ്പോ നിങ്ങൾ എന്തിനാണ് പെട്ടെന്ന് യൂട്ടേൺ എടുത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ വേഗം മാപ്പ് പറഞ്ഞ് കീഴടങ്ങുന്നത്? നിങ്ങൾ ശരിക്കും എന്നോട് സമാധാനം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ എല്ലാം തുറന്ന് സംസാരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് തുറന്നു പറയുന്നതാണ് നമ്മുടെ ഭാവി ബന്ധങ്ങൾക്ക് നല്ലത്. ഇത് കേട്ട് റഫീഖ് ആകെ അന്താളിച്ചു പോയി. റഫീഖിനെ പോലൊരാൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറുമെന്ന് തന്നെയാണ് വൈകയും ചിന്തിച്ചിരുന്നത്. റഫീഖ് മൗനം പാലിക്കുന്നത് കണ്ട് ആര്യൻ വീണ്ടും ചോദിച്ചു, മിസ്റ്റർ റഫീഖ്, താങ്കളുടെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾ എന്നോട് പറയുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്താണ് നിങ്ങളുടെ ഈ സൗഹൃദത്തിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം? റഫീഖിന് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കുമോ? എന്താണ് ഇനി സംഭവിക്കുക? അധ്യായം 65. റഫീഖ് ആര്യന്റെ മുമ്പിൽ മാപ്പ് അപേക്ഷിച്ചപ്പോൾ ചെയ്തതിനെല്ലാം നഷ്ടപരിഹാരമായി ആര്യൻ അയാളോട് 500 കോടി രൂപ ആവശ്യപ്പെട്ടു. 500 കോടി എന്നത് വലിയൊരു തുകയാണെങ്കിൽ പോലും റഫീഖ് വേഗത്തിൽ സമ്മതിച്ചു. എന്ത് വില കൊടുത്തും ആര്യന്റെ മിത്രമായിരിക്കാൻ റഫീഖ് അപ്പോൾ ആഗ്രഹിച്ചിരുന്നു എന്നതിന് തെളിവായിരുന്നു അത്. ആര്യന്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചതിന് ശേഷം റഫീഖ് ആര്യനോട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ആഘോഷിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ആര്യൻ റഫീഖിനോട് എന്താണ് അയാളുടെ ഈ കീഴടങ്ങലിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശമെന്ന് ചോദിച്ചു. അത് കേട്ട റഫീഖ് ഒന്ന് ഭയന്നു. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ആര്യൻ ഹാൻഡിൽ ചെയ്ത രീതി കണ്ടപ്പോൾ തന്നെ അവൻ വളരെ ഷാർപ്പാണെന്ന് റഫീഖിന് മനസ്സിലായിരുന്നു. എങ്കിലും ഇത്ര പെട്ടെന്ന് ആര്യൻ ഈ ചോദ്യം ചോദിക്കുമെന്ന് റഫീഖ് പ്രതീക്ഷിച്ചില്ല. ആര്യനോട് ഇനിയും പൊരുതാനാണ് സാധാരണ റഫീഖിനെ പോലൊരാൾ പിന്നെയും ശ്രമിക്കുക. ഇത്ര പെട്ടെന്ന് തോറ്റുകൊടുക്കാൻ സാധാരണ അയാൾ തയ്യാറാവില്ല. എന്നാൽ റഫീഖ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആര്യന്റെ മുമ്പിൽ കീഴടങ്ങി. ആര്യൻ എങ്ങനെ ചോദിച്ചപ്പോൾ റഫീഖ് ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം മറുപടി പറഞ്ഞു, മിസ്റ്റർ ആര്യൻ, ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞാണുമല്ലോ അല്ലേ? ആര്യൻ അതേ എന്ന് മൂളി. റഫീഖ് തുടർന്നു, ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തപ്പോ
അതിൽ 4000 കോടിയോളം രൂപ ഉള്ളതായി കണ്ടിരുന്നു. അത് കേട്ട് ആര്യൻ അത്ഭുതത്തോടെ പറഞ്ഞു, നിങ്ങൾ എന്തായി പറഞ്ഞുകൊണ്ട് വരുന്നത്? എന്റെ അക്കൗണ്ടിൽ അത്രയേ ഉള്ളൂ, അതിന്? അത് കേട്ട് റഫീഖ് തലയ്ക്ക് അടിയേറ്റതുപോലെയായി. അയാൾ ചിന്തിച്ചു, ആ 4000 കോടി രൂപ എന്നത് ആര്യനെ സംബന്ധിച്ച് വളരെ ചെറിയ തുക മാത്രമാണെങ്കിൽ അപ്പോൾ ശരിക്കും ഇവന്റെ കയ്യിൽ എത്രയുണ്ടാവും? അതേസമയം ആര്യനും പണത്തെക്കുറിച്ച് തന്നെയായിരുന്നു ചിന്തിച്ചത്. ഹോസ്പിറ്റലും റിസോർട്ടും വാങ്ങാൻ വേണ്ടി കോടികൾ ചെലവഴിച്ചതോടെ അവന്റെ അക്കൗണ്ട് ബാലൻസ് കുറഞ്ഞിരുന്നു. അതിനുശേഷമുള്ളതാണ് റഫീഖ് കണ്ടത്. ആ പണം ഇനിയും എങ്ങനെയൊക്കെ കൂട്ടാമെന്നാണ് ആര്യൻ ചിന്തിക്കുന്നത്. ആര്യനത് പറഞ്ഞപ്പോൾ റഫീഖ് മാത്രമല്ല, ആര്യന്റെ കൂടെയുള്ളവർ പോലും ഷോക്കായി നിന്നു. ഈ 4000 കോടി എന്നത് ആര്യന് പോരായെന്നാണെങ്കിൽ എത്ര കിട്ടിയാലാവും അവന് മതിയാവുക? രജപുത്ര കുടുംബത്തിന്റെ അസറ്റുകളും സ്റ്റോക്കുകളും സമ്പത്തും എല്ലാം നോക്കുമ്പോൾ ഒന്നുമല്ലെന്ന് എല്ലാവർക്കും അറിയാം. അതൊന്നും ആർക്കും കണക്ക് കൂട്ടാൻ പോലും പറ്റാത്തത്രയുമാണ്. റഫീഖ് എന്തുകൊണ്ടാണ് തന്റെ സുഹൃത്താവാൻ ആഗ്രഹിക്കുന്നതെന്ന് ആര്യൻ അപ്പോൾ മനസ്സിലായി. അയാൾ വളരെ കൗശലക്കാരനായിരുന്നു. അത്രയും സമ്പത്തുള്ള രജപുത്ര കുടുംബവുമായി സൗഹൃദം സ്ഥാപിക്കാനായാൽ അത് ഭാവിയിൽ തന്റെ ബിസിനസ് വികസിപ്പിക്കാനും സഹായിക്കുമെന്ന് റഫീഖ് കണക്കുകൂട്ടി. നേരെ മറിച്ച് അവരുമായൊരു ശത്രുതയുണ്ടായാൽ അവർ തന്നെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് അയാൾ ഭയന്നു. ആര്യൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് റഫീഖ് പറഞ്ഞു, നിങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ഒന്നുമല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ കടലിലെ കൊമ്പൻ സ്രാവാണെങ്കിൽ ഞാൻ അതിലെ ചെറിയൊരു മീൻ മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഒറ്റയടിക്ക് വിഴുങ്ങാം. സത്യം പറഞ്ഞ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. എനിക്ക് നിങ്ങളുടെ സംരക്ഷണം മാത്രം മതി. അത് തന്നെ എന്നെ സംബന്ധിച്ച് ധാരാളമാണ്. റഫീഖിന്റെ പെട്ടെന്നുള്ള ഈ മാറ്റം കണ്ട് വൈകിയടക്കം എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. എല്ലാവിധ പവറും അധികാരവും സ്വാധീനവും എല്ലാമുള്ള മാഫിയ ഡോണാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആര്യന്റെ കാല് പിടിക്കുന്നത് പോലെ സംസാരിക്കുന്നത്. അപ്പോൾ ആര്യൻ റഫീഖിനോട് പറഞ്ഞു, ഓക്കെ മിസ്റ്റർ റഫീഖ്, എനിക്കെന്തായാലും നിങ്ങളോട് ശത്രുതൊന്നുമില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ സൗഹൃദത്തിന്റെ കാര്യം വരുമ്പോൾ എനിക്കൊന്ന് ആലോചിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത് എന്നതിനനുസരിച്ചിരിക്കും എല്ലാം. അതിനുശേഷം മാത്രം നമുക്കെല്ലാം തീരുമാനിക്കാം. റഫീഖ് വിനയത്തോടെ ആര്യനോട് പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച എല്ലാം നടക്കുമല്ലോ. ഞാൻ നിങ്ങളുടെ പ്രീതിക്ക് വേണ്ടി കാത്തിരിക്കാം. എന്നിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. എന്തും ചെയ്തു തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് കേട്ട് ആര്യൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് സോഫയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ റഫീഖ്, ഇന്നത്തേക്കുള്ള തമാശയായി കഴിഞ്ഞു. എനിക്കിപ്പോ പോണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതും പറഞ്ഞ് ആര്യൻ വാതിലിനടുത്തേക്ക് നടന്നു. റഫീഖ് അവന്റെ പിന്നാലെ പുറത്തേക്ക് നടന്നു. ആര്യൻ തന്റെ കാറിൽ കയറി പോയതും റഫീഖ് ആശ്വാസത്തോടെ നെടുവേർപ്പെട്ടു. എന്നിട്ട് വേഗം അകത്തേക്ക് കയറി അയാളുടെ ഫിനാൻസ് മാനേജറെ വിളിച്ചു പറഞ്ഞു, എത്രയും പെട്ടെന്ന് 500 കോടി രൂപ ഒപ്പിക്കണം. ആ പണം നമുക്ക് ആര്യൻ രജപുത്രയുടെ അക്കൗണ്ടിലേക്ക് അയക്കേണ്ടതുണ്ട്. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം റഫീഖ് തന്റെ ചേംബറിൽ ഇരുന്ന് ആലോചിച്ചു. ആര്യന്റെ ഗുഡ് ബുക്കിൽ കയറി പറ്റാനായ പിന്നെ കാര്യങ്ങളെല്ലാം എനിക്ക് എളുപ്പമാവും. ആര്യന് ചിലപ്പോൾ ഈ 500 കോടി ആവശ്യമുണ്ടായിട്ടൊന്നും ആവില്ല. എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അത് അയച്ചാൽ അത്രയും അവന്റെ ദേഷ്യം കുറഞ്ഞോളും. 3 ദിവസത്തിനുള്ളിൽ റഫീഖ് ആര്യന്റെ അക്കൗണ്ടിലേക്ക് 500 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തു. ആര്യൻ അതിന്റെ മെസ്സേജ് വന്നതും അവനൊന്ന് ചിരിച്ചു. പക്ഷെ പിന്നീടുള്ള റഫീഖിന്റെ മെസ്സേജുകൾക്കൊന്നും അവൻ മറുപടി കൊടുത്തില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ആര്യൻ ഫോർട്ട് കൊച്ചിയിൽ വാങ്ങിയ വലിയ ബംഗ്ലാവിൽ ആർട്ട് ക്ലബിന്റെ പണി പൂർത്തിയായി. ഇന്ന് ആ ക്ലബിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറിമണിയാണ്. അവിടെ മുഴുവൻ ആർട്ടിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞു. ആര്യൻ ക്ലബിന് വളരെ ആകർഷകമായ ഒരു പേര് കൊടുത്തു, കലകളുടെ സംഗമം, ദ കോൺഫ്ലുവൻസ് ഓഫ് ആർട്സ്. നാടക ഏരിയയിൽ നിന്നുള്ള ആളുകൾ, പാട്ടുകാർ, ഡാൻസ് ചെയ്യുന്നവർ, ചിത്രം വരയ്ക്കുന്നവർ, അങ്ങനെ വിവിധ തരം കലാകാരന്മാർ അവിടെ വന്നിരുന്നു. ആര്യന്റെ ടീം ആ ക്ലബിന് നല്ല പ്രൊമോഷൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ആളുകൾ ആകാംക്ഷയോടെ അവിടെ ഒത്തുകൂടി. ചുറ്റുമുള്ള കോളേജുകളിലെ ഒരുപാട് കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. ക്ലബിലേക്ക് ഒരു വലിയ ആൾക്കൂട്ടം തന്നെ ഇരമ്പിയെത്തി. എല്ലാവരും അകത്തെ കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ട് നിന്നു. അകത്ത് രാധികയുടെ ലൈവ് സിംഗിങ് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം എല്ലാവരും അവളുടെ പാട്ടിൽ മുഴുകിപ്പോയിരുന്നു. അന്ന് ബോബിയുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്ന അവളെ ആര്യൻ ആർട്ടിസ്റ്റിക് സോണിന്റെ ഹെഡാക്കി. അതുപോലെ അന്ന് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന റാഷിദിനെ സെക്യൂരിറ്റി ഹെഡുമാക്കി. രാധികയെ ആ ക്ലബിന്റെ സകല കാര്യങ്ങളും ഓടി നടന്നു ചെയ്തു. അവൾ രാവും പകലും കഷ്ടപ്പെട്ടതിന്റെ ഫലം ഓപ്പണിംഗ് സെറിമണിയോടെ അന്ന് കാണാനുണ്ടായിരുന്നു. വിഷ്ണുവിനെ അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിരുന്നു. അതുകൊണ്ട് അവനും അന്ന് അവിടെ ക്ലബിലുണ്ടായിരുന്നു. അതുപോലെ ആര്യൻ അവന്റെ കോളേജ് ഫ്രണ്ട്സിനെ എല്ലാം വന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവൻ തന്റെ ഫ്രണ്ട്സിന്റെയും ജോലിക്കാരുടെയും കൂടെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ആര്യൻ അത്രയും ഡൗൺ ടു എർത്ത് ആയത് കണ്ട് അവന്റെ സബോർഡിനേറ്റ്സ് എല്ലാം അത്ഭുതപ്പെട്ടു. കൊച്ചി പോലൊരു നഗരത്തിൽ കുറച്ച് പണം കയ്യിൽ വന്നാൽ പോലും ഒരാൾ രാജാവിനെ പോലെ അഹങ്കരിച്ച് നടക്കും. അപ്പോഴാണ് ഇവിടെ ആര്യനെ പോലെ ഇത്രയും സമ്പത്ത് കയ്യിലുള്ള ഒരാൾ തന്റെ ഫ്രണ്ട്സിന്റെയും ജോലിക്കാരുടെയും കൂടെ ഡാൻസ് ചെയ്തും ആഘോഷിച്ചും നടക്കുന്നത്.
സാധാരണക്കാരനെ പോലെ തോന്നിക്കുന്നവന്റെ മട്ടും ഭാവവും കണ്ട ഇത്രയും പണക്കാരനാണെന്ന് ആരും പറയില്ലായിരുന്നു. അവന്റെ കൂടെ ജോലി ചെയ്യാൻ സാധിച്ചതിൽ എല്ലാവരും സന്തോഷിച്ചു. അപ്പോഴേക്കും രാധികയുടെ പാട്ട് അവസാനിച്ചിരുന്നു. പെട്ടെന്ന് നീരവ് സ്റ്റേജിലേക്ക് കയറി രാധികയുടെ കയ്യിൽ നിന്നും മൈക്ക് വാങ്ങിക്കൊണ്ട് അനൗൺസ് ചെയ്യാൻ തുടങ്ങി. വെൽക്കം എവ്രിവൺ. ഈ മനോഹരമായ ക്ലബിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറിമണിക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. ഈ ക്ലബിന്റെ ഓണർ ആരാണെന്ന് ഇവിടെ പലർക്കും അറിയില്ലെന്ന് തോന്നുന്നുണ്ട്. വെൽ, മൈ ഫ്രണ്ട്സ്, ദ ഓണർ ഓഫ് ദിസ് ക്ലബ് ഈസ് നൺ അതർ ദാൻ അവർ ഡിയർ ഫ്രണ്ട് ആര്യൻ രജപുത്ര, നമ്മുടെ സ്വന്തം ആര്യൻ. അപ്പോൾ അവിടെ കൂടിയവരെല്ലാവരും കൈയടിച്ചു. ശേഷം നീരവ് ആര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവനൊരു മുത്താണെന്ന് ഇവനെ കണ്ട കാലം മുതൽ എനിക്കറിയായിരുന്നു. ഇവനെ പോലൊരു ഫ്രണ്ടിനെ കിട്ടാൻ ആളുകൾ വർഷങ്ങളോളം തിരയേണ്ടി വരും. ഇവനെ ഫ്രണ്ടായി തന്നതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്റെ ഭാഗ്യമാണിവൻ. പൊതുവെ എല്ലാവരോടും തമാശ പറഞ്ഞു നടക്കുന്ന നീരവിന്റെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞിരുന്നു. നീരവിനെ ഇങ്ങനെ ഇമോഷണലായി കണ്ടപ്പോൾ ആര്യൻ വേഗം സ്റ്റേജിലേക്ക് ചാടിക്കേറി. എന്നിട്ട് നീരവിന്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവനെ പോലൊരു ഫ്രണ്ടിനെ എവിടെ നിന്ന് കിട്ടാനാണ്? ഭക്ഷണം കഴിക്കാൻ പോലും എന്റെ കയ്യിൽ പണമില്ലാതിരുന്ന കാലത്ത് ഇവന് വേണ്ടി കഴിക്കാൻ കൊണ്ടുവന്ന ഭക്ഷണത്തിന്റെ പകുതി എനിക്ക് തരുമായിരുന്നു. എന്നിട്ട് ഇവൻ വിശന്ന് നടക്കും. എന്റെ മോശം സമയത്ത് ചെറിയ കുട്ടിയെ പോലെ ഇവൻ എന്നെ നോക്കിയിരുന്നു. ഞാൻ തകർന്നു വീണ സമയത്ത് ഇവൻ എന്റെ അച്ഛനെ പോലെയും ചേട്ടനെ പോലെയും കൂടെ നിന്നിട്ടുണ്ട്. എന്റെ ജീവിതം മുഴുവൻ ഞാൻ ഇവനോട് കടപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ട നീരവ് മുൻപോട്ട് ചെന്ന് ആര്യനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, വെറുതെ അസംബന്ധം പറയരുത്. ഫ്രണ്ട്സിനോടൊന്നും ആരും കടപ്പാട് വെക്കില്ല. ശേഷം നീരവ് ഓഡിയൻസിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കിതെല്ലാം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും സിനിമയിലെ സീൻ പോലെയോ അല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ നാടകം അഭിനയിക്കുകയാണോ എന്ന് പോലും തോന്നിയേക്കാം. പക്ഷെ എല്ലാം നടന്നതാണ്. ഞാൻ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പറഞ്ഞു തരാം. ഒരു പയ്യൻ എങ്ങനെ 0 to ഹീറോ ആയെന്ന്. നീരവ് പറയാൻ തുടങ്ങിയതും ആര്യൻ അവന്റെ പിന്നിലൂടെ ചെന്ന് തോളിൽ കൈവച്ച് അവനെ ഒന്ന് നോക്കി. ആര്യന് തന്റെ ബാക്ക്ഗ്രൗണ്ട് ആരും അറിയുന്നത് ഇഷ്ടമല്ലെന്ന് നീരവിന് മനസ്സിലായി. അവൻ വേഗം ടോപ്പിക്ക് മാറ്റാൻ വേണ്ടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓഡിയൻസിനെ നോക്കി പറഞ്ഞു, പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ ആളുകളുടെയൊക്കെ ജീവചരിത്രം എല്ലാവരും എഴുതാറുണ്ടല്ലോ. അതുപോലെ ഒരു ദിവസം ഒരു വലിയ എഴുത്തുകാരൻ ഇവന്റെ ജീവചരിത്രം എഴുതും. അതുകൊണ്ട് ആ സസ്പെൻസ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് ബുക്കായി ഇറങ്ങുമ്പോൾ വായിക്കാം. അല്ലാതെ ഫ്രീ ആയൊന്നും ഞാനിത് പറയാൻ പോകുന്നില്ല. അങ്ങനെ കേൾക്കാമെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. നീരവ് അത് പറഞ്ഞതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. പൊതുവെ അവന് ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടായിരുന്നു. അവൻ മൈക്ക് തിരികെ രാധികയ്ക്ക് തന്നെ കൈമാറി. ഓഡിയൻസിന്റെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി രാധിക വീണ്ടും ഒരു മനോഹരമായ ഗാനം പാടി. ആ അന്തരീക്ഷം മുഴുവൻ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോഴാണ് ജാൻവി മുമ്പിലൂടെ നടന്നു വരുന്നത് ആര്യൻ കണ്ടത്. കുറച്ചു ദിവസമായി അവൻ അവളെ കാണാൻ സാധിച്ചിരുന്നില്ല. ആര്യൻ സന്തോഷത്തോടെ വേഗത്തിൽ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ജാൻവിക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നതിന് മുൻപ് അവൻ അവളെ കെട്ടിപ്പിടിച്ചു. ഒരുപാട് ദിവസത്തിന് ശേഷം ആര്യനെ കണ്ട ജാൻവിയുടെ കണ്ണുകൾ അപ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. കഴിഞ്ഞ പല സംഭവങ്ങൾ കാരണം ആര്യന്റെ സുരക്ഷയെക്കുറിച്ച് ഓർത്തവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ അവൻ സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് വളരെ ആശ്വാസവും സന്തോഷവും തോന്നി. ആര്യൻ ജാൻവിയുടെ കൈപിടിച്ച് സ്റ്റേജിനടുത്തേക്ക് നടന്നു. എന്നിട്ട് അവന്റെ സബോർഡിനേറ്റ്സിനോട് പറഞ്ഞു, രാധികയോട് പോയി പറ ഈ പാട്ടിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കാൻ. ശേഷം ബാക്കി പരിപാടികൾ ജാൻവി നോക്കിക്കോളും. ആര്യൻ ഇത് പറഞ്ഞത് കേട്ടപ്പോൾ ജാൻവി അത്ഭുതപ്പെട്ടു. അവൾ പറഞ്ഞു, ഞാനൊന്നും പ്രിപ്പയർ ആയിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെ പെട്ടെന്ന് പാടും? ആര്യൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, നിനക്കെന്താ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം? നീ ഒരു ട്രെയിൻഡ് സിംഗർ അല്ലേ? നീ വെറുതെ ഇങ്ങ് പാടിയാ മതി. ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യൽ ആയൊരു ദിവസമാണ്. നീരവ് ഇവിടെ ഉണ്ട്, നീയുണ്ട്, വിഷ്ണുവിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇത്രയും സന്തോഷകരമായൊരു ദിവസം നിന്റെ പാട്ട് കൂടി ഇല്ലാതെ പൂർണ്ണമാവില്ല. വിഷ്ണുവും അവിടെ അവരുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ നോക്കിക്കൊണ്ട് ആര്യൻ സന്തോഷത്തോടെ ഒരു അനൗൺസ്മെന്റ് നടത്തി. ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനം എന്റെ ഫ്രണ്ട് വിഷ്ണു പൂർണ്ണ ആരോഗ്യത്തോടെ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വന്നതാണ്. അവൻ ധൈര്യത്തോടെ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ പോരാടി. ലെറ്റ്സ് ഓൾ വിഷ് ഹിം ഗുഡ് ഹെൽത്ത്. ആര്യന്റെ അനൗൺസ്മെന്റ് കഴിഞ്ഞതും ചുറ്റുഭാഗത്തു നിന്നും വിഷ്ണുവിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള സ്വരങ്ങൾ ഉയർന്നു. ജീവിതത്തിൽ എപ്പോഴും ഒറ്റയ്ക്കായിരുന്ന വിഷ്ണുവിന് ഇങ്ങനെ ഒരുപാട് പേരുടെ സ്നേഹവും പ്രാർത്ഥനയും കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു. അവൻ ചെറിയ കുട്ടികളെ പോലെ ആര്യനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. ആര്യൻ ഒരു ചേട്ടനെ പോലെ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ആര്യന്റെ സബോർഡിനേറ്റ്സ് ചെന്ന് രാധികയോട് ഒരു ബ്രേക്ക് എടുക്കാൻ പറഞ്ഞു. അവൾ സ്റ്റേജിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് ആര്യന്റെ അടുത്തായി നിന്നു. അപ്പോൾ ആര്യൻ അവളോട് പറഞ്ഞു, നീ 2 മണിക്കൂറായില്ലേ പാടുന്നു? ആളുകൾ നിന്റെ പെർഫോമൻസ് ആസ്വദിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു.
പലരും നിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടേക്ക് വന്നത് തന്നെ. പക്ഷേ ഇനി നീ ഒരു ചെറിയ ബ്രേക്ക് എടുക്ക്. കൂടുതൽ അധ്വാനം എടുക്കുന്നത് നിന്റെ ആരോഗ്യത്തിനും നിന്റെ ശബ്ദത്തിനും നല്ലതാവില്ല. ആര്യന് തന്നോടുള്ള ശ്രദ്ധ കണ്ട് രാധിക ഇമോഷണലായി. മുമ്പ് അവൾ ജോലി ചെയ്തിരുന്ന പബ്ബിൽ അവൾ എത്ര ക്ഷീണിച്ചാലും മാനേജർ അവളെ ബ്രേക്ക് എടുക്കാൻ അനുവദിക്കില്ലായിരുന്നു. രാത്രി മുഴുവൻ ഒരു പാവയെ പോലെ നിന്ന് പാടിയാലും ആരും അവളുടെ ആരോഗ്യം ശ്രദ്ധിക്കില്ലായിരുന്നു. ചില ദിവസങ്ങളിൽ തിന്നുകയോ കുടിക്കുകയോ പോലും ചെയ്യാതെ മണിക്കൂറുകളോളം അവൾ ഒറ്റ നിൽവിൽ പാടിയിട്ടുണ്ട്. ഇവിടെ ആര്യൻ ഓരോ നിമിഷവും ഓരോരുത്തരെയും ശ്രദ്ധിക്കുന്നുണ്ട്. തന്റെ ഭാഗ്യമോർത്ത് രാധിക സന്തോഷിച്ചു. അവൾ മനസ്സുകൊണ്ട് ആര്യന് നന്ദി പറഞ്ഞു. അപ്പോൾ ആര്യൻ അവളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പോയി റെസ്റ്റ് എടുക്ക്, ചെല്ല്. എന്നിട്ട് അവൻ ജാൻവിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി ഈ സ്റ്റേജ് നിന്റേതാണ്, കേറ്. ജാൻവി ഒരു നിമിഷം മടിച്ചു നിന്നെങ്കിലും പിന്നെ ചിരിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കയറി. അവൾക്കൊരിക്കലും സ്റ്റേജ് ഫിയർ ഉണ്ടായതുകൊണ്ടായിരുന്നില്ലത്. ആര്യന് വേണ്ടി ഇതുപോലെ പാടുന്നത് അവൾക്കൊരു സ്പെഷ്യൽ മൊമെന്റായി തോന്നി. രാധികയുടെ ഗാനം വളരെ സോഫ്റ്റ് ആയിരുന്നു. അവൾ പാടുമ്പോൾ അന്തരീക്ഷം മുഴുവൻ ശാന്തമായിരുന്നു. പക്ഷെ ജാൻവി മനഃപൂർവ്വം ഒരു ഫാസ്റ്റ് നമ്പറായിരുന്നു പാടാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. അവൾ പാടി തുടങ്ങിയതും അന്തരീക്ഷം ഒന്നാകെ മാറാൻ തുടങ്ങി. ആൺകുട്ടികളും പെൺകുട്ടികളും അവളുടെ പാട്ട് കേട്ട് ഡാൻസ് കളിച്ചും കൂടെ പാടിയും എൻജോയ് ചെയ്തു. എല്ലാവരും സ്വയം മതിമറന്നുപോയി. അവളെ അപ്പോൾ വലിയൊരു കൺസേർട്ട് നടക്കുന്നത് പോലെ തോന്നിച്ചു. ആളുകളെല്ലാം വലിയ ആവേശത്തിലായി. ജാൻവി അവിടെ ഉണ്ടാക്കിയ ഇമ്പാക്ട് കണ്ട് ആര്യൻ ചിരിച്ചു. ജാൻവിക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ഉണ്ടെന്ന് ആര്യന് നേരത്തെ അറിയാമായിരുന്നു. മുമ്പിൽ 500 50,000 ആളുകളുണ്ടെങ്കിൽ പോലും അവൾ അവരെ എല്ലാം തന്റെ പാട്ടിൽ വീഴ്ത്തി. ഭാവിയിൽ അവൾ വലിയൊരു പാട്ടുകാരിയാവുമെന്നതിൽ ആര്യന് ഒരു സംശയവുമില്ലായിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം അവന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളായിരുന്നു അത്. തന്റെ സുഹൃത്തുക്കൾ, സ്റ്റാഫുകൾ, അവൻ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ എല്ലാവരും അവന്റെ ചുറ്റും അവിടെ ഉണ്ടായിരുന്നു. വർഷങ്ങളോളം ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിഞ്ഞ അവനിപ്പോൾ എല്ലാവരുമുണ്ട്. പക്ഷെ ജീവിതം ഒരിക്കലും ഇത്ര സിമ്പിൾ ആയിരിക്കില്ലല്ലോ. അതേസമയം ആ ആൾക്കൂട്ടത്തിനിടയിലും 2 കണ്ണുകൾ ജാൻവിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആരാണ് അയാൾ? ഈ സന്തോഷ നിമിഷത്തിൽ എന്തായിരിക്കും ആര്യൻ നേരിടാൻ പോകുന്ന പുതിയ പ്രശ്നം? 66. ആര്യൻ ഫോർട്ട് കൊച്ചിയിൽ വാങ്ങിയ ക്ലബിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറിമണിയായിരുന്നു അന്ന്. അവന്റെ എല്ലാ സുഹൃത്തുക്കളും ജീവനക്കാരും അവിടെ ഉണ്ടായിരുന്നു. സ്റ്റേജിൽ ജാൻവി പാടുന്നുണ്ട്. അവിടെ മുഴുവൻ ആളുകൾ ആഘോഷ തിമിർപ്പിൽ ചാടിക്കളിച്ചു. ആൾക്കൂട്ടത്തിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ജാൻവിയെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നു. അനേകം പെൺകുട്ടികൾ ആര്യനെ ആകർഷിക്കാൻ ശ്രമിക്കുന്നതും അവൻ ശ്രദ്ധിച്ചിരുന്നു. ആ ചെറുപ്പക്കാരൻ ആർക്കോ ഫോൺ ചെയ്ത് ചില നിർദ്ദേശങ്ങൾ നൽകി. അതിനുശേഷം സ്റ്റേജിനടുത്തേക്ക് നീങ്ങി നിന്നു. ഏകദേശം 10 മിനിറ്റിന് ശേഷം ഒരു വലിയ ബ്രീഫ് കേസുമായി മറ്റൊരാൾ അവന്റെ അടുത്തേക്ക് വന്നു. അയാൾ ആ ബ്രീഫ് കേസ് ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്ത് അവിടെ നിന്നും പോയി. ജാൻവി അപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ചെറുപ്പക്കാരൻ ബ്രീഫ് കേസ് തുറന്ന് 500 രൂപ നോട്ടുകളെടുത്ത് സ്റ്റേജിലേക്ക് എറിയാൻ തുടങ്ങി. അവന്റെ ആ പ്രവൃത്തി കണ്ട എല്ലാവരും ഞെട്ടി. ജാൻവി പെട്ടെന്ന് പാട്ട് നിർത്തി. അവൾ ആകെ പേടിച്ചു പോയിരുന്നു. സ്റ്റേജ് നിശ്ചലമായി. എല്ലാവരുടെയും കണ്ണ് അപ്പോൾ ആ ചെറുപ്പക്കാരനിലായിരുന്നു. ആര്യൻ ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് ചെന്ന് കോളറിൽ പിടിച്ചു ചോദിച്ചു, ഇയാൾക്കെന്താ ഭ്രാന്താണോ? ഇതൊരു ഡീസന്റ് പ്രോഗ്രാമാണ്. സ്റ്റേജിൽ ഇങ്ങനെ പണം വാരി എറിയുന്ന ഏതെങ്കിലും ബാറോ പബ്ബോ ആണ് ഇതെന്ന് നിങ്ങൾക്ക് തോന്നിയോ? ആ ചെറുപ്പക്കാരൻ ആര്യന്റെ കൈ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഇവിടെയും പബ്ബും തമ്മിൽ എന്താണ് വ്യത്യാസം? 2 സ്ഥലത്തും പാട്ടും ഡാൻസും ഉണ്ട്. ഞാനൊരു വ്യത്യാസവും കാണുന്നില്ല. ഈ പെൺകുട്ടി വളരെ സുന്ദരിയാണ്, വളരെ നന്നായി പാടുകയും ചെയ്യുന്നുണ്ട്. ഇവളുടെ ബോഡി ലാംഗ്വേജും കൊള്ളാം. അപ്പൊ പിന്നെ ഇവളുടെ നേരെ പണം എറിയുന്നതില് എന്താ തെറ്റ്? എന്നെ തടയാൻ നീ ആരാണ്? ജാൻവിയെ കുറിച്ചുള്ള ഇത്തരം മോശമായ പരാമർശങ്ങൾ കേട്ട് ആര്യൻ ദേഷ്യം കൊണ്ട് തിളച്ച് മറിയുകയായിരുന്നു. അവൻ ആ മനുഷ്യനെ പിന്നിലേക്ക് തള്ളിയിട്ട് പറഞ്ഞു, ഈ ക്ലബ് എന്റെ സ്വന്തമാണ്. നിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ട് നിങ്ങളൊരു സംസ്കാരമില്ലാത്ത ആളാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ആര്യനാണ് ഇതിന്റെ ഓണർ എന്ന് നീരവ് നേരത്തെ സ്റ്റേജിൽ പ്രഖ്യാപിച്ചപ്പോൾ ഇയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. ജാൻവി പാടാൻ തുടങ്ങിയതിന് ശേഷമാണ് അവൻ എത്തിയത്. തുടക്കം മുതലേ 2 കാര്യങ്ങൾ മാത്രമാണ് അവൻ ശ്രദ്ധിച്ചത്. ആദ്യം, എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ആര്യനെ ഇത്രയധികം ശ്രദ്ധിക്കുന്നത്? അവൻ അത്രയ്ക്കും സമ്പന്നനാണോ? ആര്യനാണ് ഈ ക്ലബിന്റെ ഉടമയെന്ന് ആ ചെറുപ്പക്കാരൻ അറിയില്ലായിരുന്നു. രണ്ടാമതായി, അവന് ജാൻവിയെ കണ്ടപ്പോൾ വളരെ അട്രാക്ഷൻ തോന്നി. തന്റെ സമ്പത്ത് മറ്റു പെൺകുട്ടികളുടെ മുമ്പിൽ കാണിക്കാനും ജാൻവിയുടെ ശ്രദ്ധ നേടാനുമാണ് അവൻ ഈ ഷോ മുഴുവൻ കാണിച്ചത്. ആര്യൻ അവനെ തള്ളിയപ്പോൾ അവൻ ആര്യനെ തല്ലാൻ വേണ്ടി മുമ്പോട്ട് കുതിച്ചു. പക്ഷെ അതിനു മുമ്പ് നീരവ് മുന്നോട്ട് വന്നവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ആരാണെന്നവന്റെ വിചാരം? ഇവിടെ വന്ന് ഷോ ഇറക്കാന്ന് കരുതിയോ? നിന്റെ അപ്പനപ്പൂപ്പന്മാരൊക്കെ അവരുടെ ജീവിതം മുഴുവൻ ബാറുകളിലാവും കഴിഞ്ഞിട്ടുണ്ടാവുക.
അതുകൊണ്ട് കണ്ട പെണ്ണുങ്ങൾക്ക് പണം എറിഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് നല്ല ശീലം ഉണ്ടാവായിരിക്കും. പക്ഷേ അതൊന്നും ഇവിടെ ആർക്കാന്ന് വിചാരിക്കണ്ട. ഇത് സ്ഥലം വേറെയാണ്. ആ ചെറുപ്പക്കാരൻ ദേഷ്യത്തോടെ നീരവിനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരുമായാണ് കളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. അതുകൂടെ കണ്ടപ്പോൾ ആന്റണിയും പീറ്ററും അവന്റെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി. പക്ഷെ ആര്യൻ അവരോട് വേണ്ട എന്ന് ആംഗ്യം കാണിച്ചു. തന്റെ സ്പൈ ഏജൻസിയിലെ ഒരംഗവും ആൾക്കൂട്ടത്തിന്റെ ശ്രദ്ധയിൽപ്പെടാൻ ആര്യൻ ആഗ്രഹിച്ചിരുന്നില്ല. ആ ചെറുപ്പക്കാരൻ വെറും ഷോ ഓഫ് മാത്രമാണെന്ന് ആര്യൻ അപ്പോഴേക്കും ഉറപ്പായിരുന്നു. ആ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതായിരുന്നു ആര്യന്റെ പ്രധാന ആശങ്ക. ഉദ്ഘാടന ദിവസം തന്നെ ഇത്തരമൊരു പ്രശ്നമുണ്ടായാൽ അത് അവന്റെ ക്ലബിന്റെ പ്രശസ്തിയെ തന്നെ നശിപ്പിക്കും. അതുപോലെ ആര്യൻ തന്നെ ക്ലബിനായി സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന കൾച്ചറൽ ഇമേജിന് അത് വലിയ തിരിച്ചടിയാവും. സാഹചര്യം ശാന്തമായി കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് ആര്യൻ ഒരു ദീർഘനിശ്വാസമെടുത്തു. അവൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ ആരായാലും ഞാനൊരു കാര്യം വ്യക്തമായി പറയാം. ഇത് നിങ്ങൾ പണം എറിയുന്ന പോലുള്ളൊരു ബാറല്ല. സ്റ്റേജിലെ ആ പെൺകുട്ടി ഞങ്ങളുടെ കോളേജിൽ തന്നെ ഉള്ളതാണ്. അവൾ സ്റ്റേജിൽ കയറി വെറുതെ പാടുകയാണ്. ഇനി അവിടെ ഒരു പ്രൊഫഷണൽ ഗായികയായിരുന്നാലും ഇത്തരത്തിൽ പണം എറിയുന്നത് ഇവിടെ അനുവദനീയമല്ല. ഇത് മാന്യമായ ആളുകൾ മാത്രം വരുന്ന ഒരു കൾച്ചറൽ ക്ലബ്ബാണ്. നിങ്ങൾ എറിഞ്ഞ പണം തിരിച്ചെടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് സമാധാനമായി പോകണം. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ആര്യനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ ഞാൻ പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പണത്തിന്റെ ശക്തി നിനക്കറിയില്ല ചക്ക. നീ ഈ നോട്ടുകൾ എടുക്കാനാണോ പറയുന്നത്? അത് വേണമെങ്കിൽ നീ തന്നെ എടുത്തോ, എനിക്കിതൊന്നും വേണ്ട. പിന്നെ സംസ്കാരമുള്ള ആളുകൾ അല്ലേ? ഹാ, എന്നാ നിങ്ങളുടെ സംസ്കാരമുള്ള ജനക്കൂട്ടത്തിന് ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയോ. അയാൾ അപ്പോൾ തന്നെ ബ്രീഫ് കേസിൽ നിന്ന് കുറച്ചുകൂടെ പണം പുറത്തെടുത്ത് അലക്ഷ്യമായി എറിയാൻ തുടങ്ങി. ആളുകൾ അന്തം വിട്ടു. ആ പണം കൈക്കലാക്കാൻ കോളേജ് വിദ്യാർത്ഥികളടക്കം എല്ലാവരും ഓടിയെത്തിയതോടെ അവിടെ ഒരു സംഘർഷാവസ്ഥ ഉടലെടുത്തു. ആവേശം കാട്ടുതീ പോലെ പടർന്നു. അന്തരീക്ഷമാകെ ബഹളമയമായി. വിസിലിന്റെയും നിലവിളികളുടെയും ശബ്ദം മുറിയിൽ നിറഞ്ഞു. മാന്യരായ ഗസ്റ്റുകൾ ഒരു ഭാഗത്തേക്ക് നീങ്ങി നിന്നു. അതേസമയം വികൃതികളായ കോളേജ് സ്റ്റുഡൻസ് പണം കൈക്കലാക്കാൻ വേണ്ടി തലങ്ങും വിലങ്ങും ഓടി. ഇത് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കി. ആര്യൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് വരെ ഗ്രാൻഡ് ഓപ്പണിങ്ങിന്റെ സന്തോഷത്തിൽ നിറഞ്ഞു നിന്നവിടം ഇപ്പോൾ ആ വിഡ്ഢി കാരണം ആകെ നശിച്ചു. പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റ് അവരുടെ ജോലി കൃത്യമായി നിർവഹിച്ചിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേരെപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഉദ്ഘാടന ചടങ്ങ് വളരെ നന്നായി തന്നെയാണ് ആരംഭിച്ചത്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയ അവസ്ഥയിലാണ്. ആര്യൻ തന്റെ ക്ലബിന് വേണ്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രശസ്തിയെല്ലാം ആദ്യ ദിവസം തന്നെ തകർന്നു വീഴാൻ തുടങ്ങി. അതേസമയം മാഗി, ആന്റണി, പീറ്റർ, ലക്ഷ്മി ഇവരെല്ലാം ഇത് കണ്ട് ആകെ ഷോക്കായി നിൽക്കുകയായിരുന്നു. പണത്തിനു വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടുന്നത് കണ്ട് എല്ലാവരും സ്തംഭിച്ചു പോയി. നീരവ് അപ്പോഴും ആ ചെറുപ്പക്കാരന്റെ കോളറിൽ പിടിച്ചിരിക്കുകയായിരുന്നു. ഇരുവരും അപ്പോൾ വലിയൊരു വഴക്കിന്റെ വക്കിൽ നിൽക്കുകയാണ്. ആര്യൻ തന്റെ സെക്യൂരിറ്റി തലവൻ റാഷിദിനോട് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ആംഗ്യം കാണിച്ചു. ആര്യന്റെ സിഗ്നൽ ലഭിച്ചയുടൻ റാഷിദ് എല്ലാ ബൗൺസർമാരെയും കൂട്ടി ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഈ സമയത്ത് ആന്റണിയും പീറ്ററും കുഴപ്പത്തിന് തുടക്കമിട്ട ചെറുപ്പക്കാരനെ ക്ലബിന് പുറത്തേക്ക് വലിച്ചടിച്ചു. ബൗൺസർമാരുടെ ശ്രമഫലമായി ക്ലബിനുള്ളിലെ സ്ഥിതി മെല്ലെ മെല്ലെ ശാന്തമാകാൻ തുടങ്ങി. ജാൻവി എപ്പോഴും ഞെട്ടി നിൽക്കുന്നത് കണ്ട് രാധിക വേഗം സ്റ്റേജിലേക്ക് കയറി ചെന്നു.